Hi, hello, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. And welcome back to THANU'S Diaries. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് DME സ്റ്റാഫ് നഴ്സ് ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, എല്ലാവർക്കും സന്തോഷം തരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യണം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻ്റർവ്യൂവിനെ പറ്റി ഷെയർ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് കംപ്ലയിൻ്റ് ചെയ്തൊരു കാര്യമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റേതായിട്ടുള്ളൊരു ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഡ്യൂട്ടി ടൈം അങ്ങനെയാണല്ലോ നമ്മുടെ ഷിഫ്റ്റ്, മോർണിംഗ് നൈറ്റ് ഷിഫ്റ്റ്സ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പർട്ടിക്കുലറായിട്ട് നമുക്കൊരു ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ കൊടുക്കുന്ന മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം, ഒരു മോക്ക് ഇൻ്റർവ്യൂ സെക്ഷനൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുന്നവർക്ക് വീട്ടിൽ വെച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ മിററിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ നമ്മുടെ ജെമിനി ഉണ്ടല്ലോ, ജെമിനി ചാറ്റ് GPT. അപ്പോൾ ആ ആപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് നടത്താം. സോ അതൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പം എല്ലാ കാര്യത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. സോ നമുക്ക് എല്ലാ ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും അതിനും ഇതിനൊക്കെ നമ്മൾ ഈ ജെമിനി ആപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവരുടെ ഫോണിലും ഉണ്ട് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ഇൻ്റർവ്യൂവിൽ ഹൈ സ്കോർ എടുക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജെമിനി ചാറ്റ് GPT വഴി ഈ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂ സെഷൻസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചാറ്റ് GPTക്കകത്ത് കയറുക. അപ്പോൾ കയറിയിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് MSc ആണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. അതായത് അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അത് കൂടാതെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുക, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കുക. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുക്കാൻ പറ്റും, അതൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പം ഏത് ജോബിലോട്ടാണ് സെലക്ട് ആയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഇപ്പം DME സ്റ്റാഫ് നഴ്സ് ആണല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ബയോഡേറ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ പറയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ തിയറീനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ പറയണം. സോ അപ്പോൾ നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾക്ക് ജെമിനി അല്ലെങ്കിൽ ചാറ്റ് GPT തരുന്നത്. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ നമുക്ക് എന്ത് ചെയ്യാം, അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. കറക്റ്റായിട്ടൊരു മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ പോലെയാണ് എനിക്ക് അതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് തോന്നുന്നത്. അത്രയ്ക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻസും നമ്മൾ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ക്വസ്റ്റ്യൻസാണ് വരുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇൻ്റർവ്യൂസിൽ ചോദിച്ച് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ ചാറ്റ് GPTയോടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. സോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഫോണൊക്കെ യൂസ് ചെയ്യാനറിയാം, അതിൻ്റെ പുതിയ സംവിധാനങ്ങൾ യൂസ് ചെയ്യാനറിയാം. അപ്പോൾ ഈ ഒരു ചാറ്റ് GPT വഴി നമ്മുടെ ഈ ഒരു ബയോഡേറ്റയൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ക്ലിയർ ഔട്ട് ചെയ്ത് തിയറി ആയിട്ടുള്ള കാര്യങ്ങളും ക്ലിയർ ഔട്ട് ചെയ്ത് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഇൻ്റർവ്യൂ വരുമ്പോൾ നമുക്ക് അധികം ടെൻഷൻ വരത്തില്ല. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അതിന് അനുസരിച്ചുള്ള ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ആപ്പിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്ക് അത് എങ്ങനെ നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിയർഫുൾ വേയിൽ അത് ആൻസർ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ആപ്പിനകത്ത് ഞാൻ കയറിയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, BSc നഴ്സിംഗ്, പിന്നെ എക്സ്പീരിയൻസ്, വർക്ക് ചെയ്ത എൻവയോൺമെൻറ്റ്, പിന്നെ ഈ DME സ്റ്റാഫ് നഴ്സിനെ ബേസ് ചെയ്ത് ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ ഈ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് ചോദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ ആപ്പ് ഷെയർ ചെയ്തത്. അതായത് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അതെല്ലാം നമ്മുടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് എമർജൻസി മാനേജ്മെൻറ്റ്, ഹൗ ഡു യു പ്രയോറിറ്റൈസ് കെയർ ഫോർ പേഷ്യൻസ്, മെയിനായിട്ടും ട്രയാജിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്.
പിന്നെ ABC, പിന്നെ CPR, അതിൽ അഡൾട്ടിന് എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ഇൻഫൻറ്റിന് എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി നമ്മുടെ തിയറി ബേസ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്കിങ്ങനെ തരുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് എങ്ങനെ അത് ആൻസർ ചെയ്യാം, ഇൻ കേസ് ഇൻ്റർവ്യൂവർ ചോദിക്കും പോലെയാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ആൻസർ പറയുമ്പോൾ അതൊരു മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ പോലെയാണ്, മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ വീക്ക്, ഏതിനൊക്കെ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം ബിലോ ചെസ്റ്റ് ലെവൽ, മോണിറ്റർ ഫോർ ടൈഡലിംഗ്, അതിനെയൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താ ദെൻ റൂൾ ഓഫ് 9, ബേൺസിൻ്റെ ഫ്ലൂയിഡ് കാൽക്കുലേഷൻ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഈ നമ്മുടെ തിയറി ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഷെയർ ചെയ്തത് കുറച്ച് തിയറി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള പാർട്ടിലേക്ക് വരുവാണ്. അപ്പം നമ്മൾ ബയോഡേറ്റ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ഹോബീസ്, പിന്നെന്താ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ്, അതിനെയൊക്കെ പറ്റി നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം. സോ അതിനെ ബേസ് ചെയ്തും നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആൻഡ് പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി ബേസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, കണക്ട് യുവർ പ്രൈവറ്റ് സെക്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വിത്ത് ദ പബ്ലിക് സെക്ടേഴ്സ് വോളി. ഇപ്പം നിങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്, ഫോർ എക്സാമ്പിൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക സ്റ്റാഫ് നേഴ്സായിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി പബ്ലിക് സെക്ടറിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. രണ്ടിനെ കണക്ട് ചെയ്ത് പറയാനാണ് പറഞ്ഞേക്കുന്നത്. കണക്ട് യുവർ പ്രൈവറ്റ് സെക്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വിത്ത് ദ പബ്ലിക് സെക്ടേഴ്സ് വോളിയം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? സോ അതെങ്ങനെ ആൻസർ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഈ ChatGPT കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. സജസ്റ്റഡ് ആൻസർ എന്ന് പറയുന്നത്, ഫസ്റ്റ് വിഷയ ഗുഡ് മോർണിംഗ് സാർ ഓർ മാഡം, ഐ എം എ BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് വിത്ത് ആൻ 80% അഗ്രിഗേറ്റ്. ഫോർ ദ പാസ്റ്റ് 2 years ഐ ഹാവ് വർക്ക്ഡ് ഇൻ വാരിയസ് മെഡിക്കൽ വാർഡ്സ് അറ്റ് ഹോസ്പിറ്റൽ. ഏത് ഹോസ്പിറ്റലാണ് ആ നെയിം പറയുക. വൈൽ ദ പ്രൈവറ്റ് സെക്ടർ ടോട്ട് മീ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റിക്കുലസ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് പേഷ്യൻറ്റ് സെൻട്രിക് കെയർ. Then I am eager to join to DME because I want to serve a larger, more diverse patient population. My experience has made me proficient in multitasking and quick clinical decision making, which I know is vital for the busy environment of a government medical college. Okay, നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഹെൽപ്ഫുൾ ആകും എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ നമുക്ക് കുറച്ച് ആധികാരികമായിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ മിക്ക PSC ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ് സെക്ടർ പോലെയായിട്ട് നിങ്ങൾ ആ സ്റ്റാൻഡേർഡ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, കീപ്പപ്പ് ചെയ്യുന്നു എന്നൊക്കെയുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിന് ഈ ആൻസർ വളരെ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നി. സോ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാണെങ്കിൽ അത് വായിച്ച് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള വേയിലൊന്ന് പറയാൻ പഠിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കാഡമിക് നോളജിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡെമോൺസ്ട്രേറ്റ് ടെക്നിക്കൽ ആക്യുറസി റിഗാർഡിംഗ് ഹൈപ്പോക്സിക് ഡ്രൈവ്. സജസ്റ്റഡ് ആൻസർ, ഇൻ COPD പേഷ്യൻസ് ദ ബോഡി റിലീവ്സ് ഓൺ ലോ ഓക്സിജൻ ലെവൽസ് ടു സ്റ്റിമുലേറ്റ് ബ്രീത്തിങ് അല്ലെങ്കിൽ ഹൈപ്പോക്സിക് ഡ്രൈവ്. Therefore, I must ensure low flow oxygen therapy to avoid suppressing their drive to breathe. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. COPDയിൽ ലോ ഫ്ലോ 1 to 2 ലിറ്റർ പെർ മിനിറ്റൊക്കെ നമ്മൾ ലോ ഫ്ലോ ഓക്സിജൻ കൊടുക്കാവുന്നൊക്കെ പഠിക്കുന്നുള്ള കാര്യം, അതിൻ്റെ കാരണ സഹിതങ്ങളൊക്കെ എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഷോ യു ആർ വെൽ റൗണ്ടഡ് ആൻഡ് ഹാവ് എ ഹെൽത്തി ഔട്ട്ലെറ്റ് ഫോർ സ്ട്രെസ്. നിങ്ങൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് സ്വീകരിക്കുന്നത്? ഇപ്പം നമ്മൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പാട്ട് കേൾക്കുന്നവരുണ്ട്, ബുക്സ് വായിക്കുന്നവരുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ജെമിനി സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആൻസർ റീഡിംഗ് ആണ്. ഇപ്പം നിങ്ങൾ റീഡിംഗ് ആണ് എഴുതുന്നെങ്കിൽ ഞാൻ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഔട്ട്ലെറ്റായിട്ട് യൂസ് ചെയ്യുന്നത് റീഡിംഗ് ആണ്. സോ ഞാൻ എൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ഷെയർ ചെയ്യുക.
നമ്മൾ ചെയ്ത കാര്യം മാത്രം പറയുക, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കേണ്ടി വരും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാൻഡ്ലിങ് അഗ്രസീവ് ബൈസ്റ്റാൻഡേഴ്സ്. അതായത് നമ്മുടെ DME അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് സെറ്റപ്പ് വർക്കിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി ബൈസ്റ്റാൻഡേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. കാരണം അത്രയും തിരക്ക് വരുന്നു, അഗ്രസീവായിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. സോ അവരെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. സോ അതിനുള്ളൊരു ആൻസർ നമ്മുടെ ഗൂഗിൾ ജെമിനി സജസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ വുഡ് റിമെയിൻ കാം ആൻഡ് മെയിൻറ്റെയിൻ നോൺ ത്രെറ്റനിങ് പോസ്ചർ. ഐ വുഡ് ലിസൺ ടു ദെയർ കൺസേൺസ് വിത്തൗട്ട് ഇൻറപ്റ്റിംഗ് ടു ഷോ ദാറ്റ് ദെയർ ഫ്രസ്ട്രേഷൻ ഇസ് ഹേർഡ്. I would then politely explain the current situation. For example, if there is a more critical emergency being handled, and provide a realistic time frame for when their patient will be seen. Then my priority is to de-escalate the tension so that the medical team can work effectively without സേഫ്റ്റി റിസ്ക്. ആണ് മനസ്സിലായി. നമ്മളൊരു അഗ്രസീവ് ആളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യനാണ്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അവരോട് ചൂടാവരുത്, നമ്മൾ ക്വൈറ്റ് കാമായിട്ട് നിന്ന് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അവരോട് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഇതൊക്കെ ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. നമ്മളിങ്ങനൊരു എൻവയോൺമെൻറ്റിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഫെക്ഷൻ കൺട്രോളിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഇത്രയും മാസമായിട്ട് പേഷ്യൻസ് വരുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ നമുക്ക് ശ്രദ്ധിക്കാതെ നിന്നാൽ നമുക്ക് പണി കിട്ടും. സോ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ് നോട്ട് എൻ എക്സ്ക്യൂസ് ഫോർ പുവർ ഹൈജീൻ. അതായത് നമുക്കറിയാം മെഡിക്കൽ കോളേജാണ്, റിസോഴ്സസ് കുറവാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് മാനേജ് ചെയ്യുമെന്നാണ് ചോദ്യം. സോ നമ്മൾ സിംപിളി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ തുടങ്ങുക. ക്രൗഡിങ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ. ഐ വുഡ് ഫോക്കസ് ഓൺ ദ 5 moments ഓഫ് ഹാൻഡ് ഹൈജീൻ. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ഒന്നും നമുക്ക് ആർക്കും വില കൊടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ഹാൻഡ് ഹൈജീനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ആസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ, ഐ വുഡ് ഓൾസോ സ്ട്രിക്ട്ലി പ്രാക്ടീസ് ട്രയാജ് ഓഫ് കെയർ ആൻഡ് എൻഷുറിംഗ് ദാറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് ആർ ഡൺ ഫസ്റ്റ് വിത്ത് എ ഫ്രഷ് സെറ്റ് of gloves and equipment. Then I would also focus on educating bystanders about basic hygiene and limiting unnecessary contact with the patient bed or medical equipment. അപ്പോൾ ഇതൊക്കെ നമുക്ക് റിസോഴ്സസ് ഇല്ലാതെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സാണ്, മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സാണ്. സോ ഇങ്ങനെ നമ്മൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ആൻസർ പറയുവാണെങ്കിൽ കൊള്ളാം, കൊള്ളാം. അല്ലെങ്കിൽ നമുക്ക് പുതിയ ഗ്ലൗസ് കിട്ടിയാലേ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് കിട്ടിയാലേ മാനേജ് ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാളും ഇങ്ങനെയുള്ള സാധ്യതകളെ കണ്ടെത്തി ആൻസർ കൊടുക്കുന്നത് അത് നമ്മൾ വളരെ അവരെ നോട്ട് ചെയ്യപ്പെടും. നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ സ്കോർ അങ്ങ് കയറും കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷനെ കൊടുത്തപ്പോൾ എനിക്ക് തന്നത്. സോ ഇതുപോലെ നിങ്ങളുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ChatGPT-കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ആൻസേഴ്സ്, എങ്ങനെ ആൻസേഴ്സ് ചെയ്യാം, ഉത്തരം പറയാം എന്നുള്ള ഒരു ഗൈഡൻസ് നമുക്ക് ഈ ആപ്പ് വഴി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. നിങ്ങൾക്ക് ഞാൻ ഈ ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾക്ക് അത് പിടിയിട്ടിട്ടുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് ICU സെറ്റപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അത് കൊടുത്താൽ മതി, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും, നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്തുകൂടാ, നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് ഏതാണ്, നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്ത് നമുക്ക് ബയോഡേറ്റയെ ഫില്ല് ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സംവിധാനങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക. ഇപ്പം വീട്ടിലിരുന്ന് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് ചെയ്താൽ മതി, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരെക്കാളും മുന്നിലെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുവരെ, സീ യു അഗെയിൻ.